പരീക്ഷാ ക്രമക്കേടുകളിലും ചോദ്യപേപ്പർ ചോർച്ചയിലും ഈ രാജ്യം കത്തിപ്പുകയുമ്പോൾ അർദ്ധരാത്രിയിൽ ഒരു വീഡിയോ സന്ദേശവുമായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുച്ഛത്തോടെ തള്ളിക്കളയുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദിജി അർദ്ധരാത്രിയിലെ ഈ പരിതാപകരമായ നാടകങ്ങൾ കണ്ടു വിശ്വസിക്കാൻ ഇവിടുത്തെ വിദ്യാർത്ഥികൾ അത്ര മണ്ടന്മാരുമൊന്നുമല്ല. അവരുടെ ബുദ്ധിയെ കളിപ്പീര് കാണിച്ച് അപമാനിക്കരുത് എന്ന രാഹുലിൻ്റെ വാക്കുകളിൽ വ്യക്തമായ പരിഹാസവും അമർഷവും നിഴലിച്ച് നിൽക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പുതിയ നിയമങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞ അർദ്ധരാത്രിയിൽ വീണ്ടും ഒരു കാപട്യത്തിൻ്റെ വീഡിയോയുമായി എത്തിയ മോദിയുടെ ലൈവ് സന്ദേശത്തിന് വളരെ കൃത്യമായ മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയത്. ചോദ്യപേപ്പർ ചോർന്ന് ഭാവി തകർന്ന വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇനിയും എത്ര കാലമാണ് നിങ്ങൾ ഈ പൊള്ളയായ വാഗ്ദാനങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക എന്നാണ് ചോദ്യം. പെട്ടെന്നൊരു രാത്രിയിൽ വീഡിയോയുമായി വന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ അത് വിശ്വസിക്കുമെന്ന് കരുതുന്നത് നിങ്ങളുടെ തെറ്റായൊരു ധാരണയാണ്. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇന്ന് തെരുവിലിറങ്ങി നെഞ്ചു വിരിച്ചു ചോദിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയാണ്. അത് കേൾക്കാത്ത ഭാവം നടിച്ചുകൊണ്ട് കടുത്ത ശിക്ഷയും അതിവേഗ കോടതികളും കൊണ്ടുവരുമെന്നൊക്കെയുള്ള ഈ രാത്രിയിലെ പ്രഹസനങ്ങൾ ആരെ പറ്റിക്കാനാണ് എന്ന് രാജ്യം ചോദിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരൊറ്റ ദിവസം തന്നെ 2 തവണ വീഡിയോയുമായി വരേണ്ടി വന്ന പ്രധാനമന്ത്രിയുടെ ഭയമാണ്, ഗതികേടാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. ഈ രാജ്യത്തെ യുവതയോട് ലളിതവും വ്യക്തവുമായ 3 ആവശ്യങ്ങളാണ് പ്രതിപക്ഷം ഇന്ന് മുൻപോട്ട് വെക്കുന്നത്. ഒന്നാമതായി, ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ഉടൻ തന്നെ സ്ഥാനത്തു നിന്ന് പുറത്താക്കും. രണ്ടാമതായി, സ്വന്തം അവകാശങ്ങൾക്കായി തെരുവിലിറങ്ങി ന്യായമായ സമരം ചെയ്ത വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ച പോലീസുകാർക്കും അധികാരികൾക്കുമെതിരെ ശക്തമായ നടപടിയെടുക്കുക. മൂന്നാമതായി, രാജ്യത്തെ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടിയതിന് പ്രധാനമന്ത്രി മോദി ഈ കാണിച്ച തെറ്റുകൾക്ക് വിദ്യാർത്ഥികളോട് പരസ്യമായി മാപ്പ് പറയുക. അല്ലാതെ ഇത്തരം പരിതാപകരമായ അർദ്ധരാത്രി വീഡിയോകൾ കൊണ്ട് ജനശ്രദ്ധ തിരിക്കാമെന്ന് കരുതണ്ട എന്ന ശക്തമായ താക്കീതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകുന്നത്.